നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും വെഹിക്കിൾ ഇൻഫോ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ വാഹനത്തിൻ്റെ മീറ്ററിൽ നമുക്ക് ആവറേജ് മീറ്റർ എങ്ങനെ റീസെറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇത് ഒരുപാട് ആളുകൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്, പക്ഷേ എന്നിരുന്നാലും കുറച്ച് ആളുകൾക്കൊന്നും അത് അറിയാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഏത് സമയത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തത്സമയം ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ പ്രത്യേകിച്ച് മാരുതിയിലെ വാഹനങ്ങളുടെയൊക്കെ ഒരു മീറ്റർ കൺസോൾ നമുക്ക് ഈ ഒരു രൂപത്തിലാണ് കാണാൻ സാധിക്കുന്നത്. ഇതിലിപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് റേഞ്ച്. അത് നമുക്ക് 160 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. 160 കിലോമീറ്ററോളം ഓടാനുള്ള ഡീസൽ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആവറേജ് പെർ ലിറ്റർ, അത് നമ്മൾ വണ്ടി റണ്ണിങ്ങിൽ ആ ഒരു സെക്കൻഡ്സിൽ വരുന്ന ഒരു ഇതാണ് കാണിക്കുന്നത്. പിന്നെ നമുക്കിവിടെ കാണിക്കുന്നത് ആവറേജാണ്. ആവറേജ് നമുക്ക് 16 കിലോമീറ്റർ കാണുന്നുണ്ട്. 16 കിലോമീറ്ററോളം നമുക്ക് ആവറേജ് ഇപ്പോൾ ഈ വാഹനം ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ കുറേ കാലം റീസെറ്റ് ചെയ്യാണ്ട് ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനം ഇത് നമ്മൾ റീസെറ്റ് ചെയ്യാണ്ട് എങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ നിൽക്കും. അതൊരു കറക്റ്റായിട്ടുള്ളൊരു വാല്യൂവിൽ അത് അവിടെ സെറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റീസെറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നാലും നമുക്ക് മാക്സിമം നമ്മുടെ ആവറേജ് മൈലേജ് നമുക്ക് നമ്മളെ മീറ്ററിൽ കാണിക്കുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ബട്ടണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞപ്പോൾ അത് അവിടെ നമുക്ക് 3 വരമാരി കാണുന്നുണ്ട്. അപ്പോൾ അത് റീസെറ്റായി. ഇനി നമ്മൾ വാഹനം ഓടുന്നതിനനുസരിച്ച് അതിൻ്റേതായിട്ടുള്ള പുതിയ ആവറേജ് നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ആവറേജ് നമുക്ക് നമ്മളുടെ ഈ ഒരു മീറ്ററിൽ ഇവിടെ കാണാൻ സാധിക്കും. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റീസെറ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മളുടെ ആവറേജ് ചിലപ്പോൾ അതിൽ കോൺസ്റ്റൻ്റ് ആയി ചിലപ്പോൾ സെറ്റായി കിടക്കും. അപ്പോൾ നമുക്ക് മാക്സിമം നമ്മളുടെ നമുക്ക് എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നുള്ളത് ചിലപ്പോൾ കാണൂല. അപ്പോൾ അതിന് വേണ്ടി നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് റീസെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി, നമസ്കാരം.